ട്രെയിനുകൾക്ക് സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവുമില്ലാതെ അവഗണനയിലാണ് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ. സംസ്ഥാന അതിർത്തിയിലുള്ള റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധത്തിലാണ് യാത്രക്കാർ. മംഗലാപുരം കാസർഗോഡ് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരം കേരളത്തിലേക്ക് കടക്കുമ്പോഴുള്ള ആദ്യ റെയിൽവേ സ്റ്റേഷനാണ്. എന്നാൽ ദീർഘദൂര ട്രെയിനുകൾക്കൊന്നും മഞ്ചേശ്വരത്ത് സ്റ്റോപ്പില്ല. അതിർത്തി മേഖലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും കോളേജിലേക്കെത്തുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് യാത്രക്കാരാണ് വലയുന്നത്. അതിരാവിലെയും രാത്രിയിലും ദീർഘദൂരം യാത്ര ചെയ്യേണ്ടവർ കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലോ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്റ്റേഷനിൽ കൂടുതൽ സ്റ്റോപ്പ് കിട്ടുകയാണെങ്കിൽ ഇവർക്കൊക്കെ എല്ലാം വലിയൊരു ഉപകാരമാണ്. മംഗലാപുരത്ത് നിന്ന് അവിടത്തേക്ക് ചേർലാട്ടയിലേക്ക് 17 കിലോമീറ്റർ ആണെങ്കിലും ഇവിടുന്ന് 13 കിലോമീറ്റർ വിടുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ നിവേദനം കൊടുത്തിട്ട് പോലും എന്തെന്നില്ല, ഇവിടത്തേക്ക് ഒരു ആവശ്യമായ ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനപ്രതിനിധികൾക്കും റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മഞ്ചേശ്വരം റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നിരവധി തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും പരിഗണിച്ചില്ല. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ 2-3 മാസങ്ങളായി ഇതിൻ്റെ അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇത്ര കാലമായിട്ട് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഒരു കുതിപ്പ് കണ്ടില്ല. മഞ്ചേശ്വരം ലീഗൽ സ്റ്റഡി സെന്റർ, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ ഗവൺമെന്റ് കോളേജ്, കേരള അതിർത്തിയോട് ചേർന്ന് കർണാടകയിലുള്ള 20-ലധികം പ്രൊഫഷണൽ കോളേജിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. അതിർത്തി മേഖലയിലുള്ള നിരവധി പേർ കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പരശുരാം എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്, മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, എഗ്മോർ എക്സ്പ്രസ്, കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് വേണം എന്നുള്ളതാണ് യാത്രക്കാരുടെ ആവശ്യം. കൈരളി ന്യൂസ്, കാസർഗോഡ്.